സർ, ഈ എബ്രഹാം അലയൻസ് എന്നാൽ എന്ത്? നമുക്കതൊന്ന് പൊതുസമൂഹത്തിന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. രണ്ട്, ഇസ്രയേൽ അമേരിക്ക ഒരു പുതിയ സഖ്യം, അത് എന്താണ് സാർ? ഈ രണ്ട് കാര്യങ്ങളും ഒന്ന് വിവരിക്കാമോ? 2020 സെപ്റ്റംബർ 15 ഇസ്രായേലും UAE-യും ബഹ്റിനും തമ്മിൽ ഒരു ധാരണാപത്രം ഉണ്ടാക്കുന്നത്. അത് അമേരിക്കയുടെ സാന്നിധ്യത്തിലാണ്. അമേരിക്കയുടെ മധ്യസ്ഥത എന്ന് ട്രംപ് പോലും പറയുന്നില്ല. അന്ന് അമേരിക്ക അതിന് സാക്ഷിയാണ് എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ സൈനിക മേഖലയിൽ സമാധാനത്തിന് വേണ്ടി, വ്യാപാരത്തിന് വേണ്ടി, വാണിജ്യത്തിന് വേണ്ടി പരസ്പരം സഹകരിക്കാനുള്ള തീരുമാനം. അത് മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള ചലനങ്ങൾ ചെറുതല്ല. ഇസ്രായേലിനെ വടികൊണ്ട് പോലും തൊട്ടുകൂടാ, ഇസ്രായേലിന് പങ്കെടുക്കുന്ന പരിപാടികളിൽ വന്നുകൂടാ എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഇസ്ലാമിക രാജ്യങ്ങളിൽ പ്രധാനികളായ ബഹ്റിനും UAE-യും അവരുമായിട്ട് ഒന്നിച്ച് നീങ്ങാൻ തയ്യാറാകുന്നു. ഒരർത്ഥത്തില് അവരെ അതിന് നിർബന്ധിതമാക്കിയത് ഇറാന്റെ ഭീഷണിയാണ്. ഇന്നിപ്പോ നമ്മൾ കണ്ടിരുന്നല്ലോ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പോരാട്ടം. ആ ഭയപ്പാട് കൊണ്ട് തന്നെ ആവണം അന്ന് ഇസ്രായേലിനൊപ്പം ചേരാൻ UAE-യും ബഹ്റിനും ഒക്കെ തയ്യാറായിരുന്നു. പക്ഷെ അത് പിൽക്കാലത്ത് അതിന് വലിയ വിജയമായിരുന്നു. ഇസ്രായേലിനും UAE-ക്കും വാണിജ്യ രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു, ടൂറിസം മേഖലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് എല്ലാ രാജ്യങ്ങളും വിലയിരുത്തുന്നു. ഇടക്കാലത്ത് ഹമാസിനെതിരെ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയപ്പോ ബഹ്റിൻ കുറച്ച് പ്രയാസത്തിലായിട്ടുണ്ടായിരുന്നു. നയതന്ത്ര ബന്ധം താൽക്കാലികമായിട്ട് വിച്ഛേദിക്കാനൊക്കെ അവരൊന്ന് തയ്യാറായി. പക്ഷെ അപ്പോൾ പോലും അവർ തമ്മിൽ നല്ല സൗഹൃദം നിലനിർത്താൻ കഴിഞ്ഞു എന്നതും കൂടി പ്രധാനമാണ്. പിൽക്കാലത്ത് ഇതിനെയാണ് എബ്രഹാം അലയൻസ് എന്ന് പേരിട്ടത്. ഒരു വിശുദ്ധ സഖ്യം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. പിന്നീട് ഈ സഖ്യത്തിലേക്ക് മറ്റു രണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾ കൂടി വന്നു, മൊറോക്കോയും സുഡാനും. അപ്പോൾ ഇന്നത്തെ നിലയ്ക്ക് UAE ഉണ്ട്, ബഹ്റിനുണ്ട്, മൊറോക്കോ ഉണ്ട്, സുഡാൻ ഉണ്ട്, ഇസ്രായേൽ ഉണ്ട്. ഇവർ 5 പേരും ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മ വികസിപ്പിക്കാൻ പോകുന്നു എന്നുള്ള മെസ്സേജാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അപ്പൊ ഇന്നലെ ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെൽ-അവീവിലൊക്കെ ചില വലിയ കോഡിക്കോഡുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആ കോഡിക്കോഡുകളിൽ പറയുന്നത് എബ്രഹാം അലയൻസ്, ഇറ്റ് ഈസ് ടൈം ഫോർ എ ന്യൂ മിഡിൽ ഈസ്റ്റ് എന്നാണ്. ഇറ്റ് ഈസ് ടൈം ഫോർ എ ന്യൂ മിഡിൽ ഈസ്റ്റ്. അപ്പൊ മിഡിൽ ഈസ്റ്റില് ഒരു പുതിയ സഖ്യത്തിനുള്ള നീക്കം. അപ്പൊ ഇപ്പോ ഈ എബ്രഹാം അലയൻസിലേക്ക് വരുന്നു എന്ന് പറയുന്നത് 3 ശക്തരായ ഇസ്ലാമിക രാജ്യങ്ങളാണ്. അതിൽ സൗദി അറേബ്യയുണ്ട്, ഈജിപ്റ്റ് ഉണ്ട്, ജോർദാനുണ്ട്. അപ്പൊ ഈ ജോർദാനും ഇസ്രായേലും തമ്മിൽ നല്ല സഹകരണമായിരുന്നു ഈ കഴിഞ്ഞ യുദ്ധകാലത്ത് പോലും. ഇറാനെതിരായ യുദ്ധത്തില് ജോർദാനെ കവർ ചെയ്തിട്ട് വേണ്ടിയിരുന്നു ഇസ്രായേലിന് ഇറാനെ ആക്രമിക്കാൻ. അതാണ് അവിടുത്തെ ഭൂമിശാസ്ത്രം. പക്ഷെ അവിടെ ഇസ്രായേലിന് വേണ്ട എല്ലാ സഹായവും ചെയ്തിരുന്നു ഈ ജോർദാൻ എന്നത് മറന്നുകൂടാ. ഇപ്പോ ഇസ്രായേലിന് ഒപ്പം നിന്ന് ഒന്നിച്ച് പടപൊരുതേണ്ടതുണ്ട് ഭീകരതയ്ക്കെതിരായിട്ട്, തീവ്രവാദത്തിനെതിരായിട്ട് എന്ന ചിന്ത ഇവരെയൊക്കെ ഒന്നിച്ചു കൂടാൻ പ്രേരിപ്പിക്കുന്നു. അത് ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്, ഭാവാത്മകമായിട്ടാണ് കാണുന്നത്. ആ മേഖലയിൽ ഇസ്രായേലുമായിട്ട് ചേർന്ന് ഇത്തരം ഒരു കൂട്ടുകെട്ടുണ്ടാക്കി മുന്നോട്ട് പോയാൽ അത് ലോക സമ്പദ്ഘടനയ്ക്ക് തന്നെ, ലോക സമാധാനത്തിന് തന്നെ വലിയ വലിയ സമ്മാനമായിരിക്കും നൽകുക, വലിയ ഗുണമായിരിക്കും ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ഇപ്പോ ഇതിനൊക്കെ ആദ്യം അബ്രഹാം അലയൻസിന് സാക്ഷ്യം നിന്നത് അമേരിക്കയാണെങ്കിൽ ഇപ്പൊ പുതിയ ഒരു സഖ്യത്തിന്റെ വളർച്ചയ്ക്ക്, അല്ലെങ്കിൽ ഈ സഖ്യത്തിന്റെ പുതിയ വളർച്ചയ്ക്ക് സഹായികളായിട്ട് ഫ്രാൻസും ബ്രിട്ടനും ഉണ്ട്. അവരിതിനൊപ്പം നിൽക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ അങ്ങനെ ബ്രിട്ടൻ, ഫ്രാൻസ്, അമേരിക്ക, പിന്നെ ഈജിപ്റ്റ്, ജോർദാൻ, സൗദി, പിന്നെ മൊറോക്കോ, സുഡാൻ, പിന്നെ ബഹ്റിൻ, UAE, ഇസ്രായേൽ, അങ്ങനെ രാജ്യങ്ങൾ ഒന്നിച്ച് ഒരു കൊടക്കീഴിൽ വന്നാൽ അത് ലോകത്തിലെ തന്നെ ഒരുപക്ഷെ ഒരു വലിയ അലയൻസ് ആയിട്ട് മാറിക്കൂടായികയില്ല
എന്നത് നമ്മൾ കാണുന്നു. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവരെയൊക്കെ അലട്ടുന്ന പ്രശ്നം ഇറാൻ തന്നെയാണ്. ഇറാൻ മാത്രമല്ല, ഇറാന്റെ പൊടിക്കീഴിൽ സിറിയ ഉണ്ട്, യമൻ ഉണ്ട്, ലെബനോൺ ഉണ്ട്, ഇറാഖ് ഉണ്ട്, അതുപോലെ തന്നെ പാലസ്തീനിലെ ഗാസയിൽ കാണുന്ന ഹമാസിനെ പോലുള്ള പ്രസ്ഥാനങ്ങളുമുണ്ട്. ഇവരൊന്നിച്ച് കഴിഞ്ഞ കുറെ നാളായിട്ട് നീങ്ങുന്നുണ്ട്, പരസ്പരം സഹായിക്കുന്നുണ്ട്. ഇപ്പൊ പാലസ്തീനില് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ, ഹമാസിന് നേരിട്ട് ആക്രമണം നടത്തുമ്പോൾ അതിനെ ഫണ്ട് ചെയ്തിരുന്നത്, ആയുധങ്ങൾ നൽകിയിരുന്നതൊക്കെ ഇറാനാണ് എന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പബ്ലിക് ഡൊമൈനിലുള്ള കാര്യമാണ്, എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ ഇറാൻ ഒരു സമാന്തര സംവിധാനം ഈ മേഖലാക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് ഒന്നിച്ച് നിന്നേ പറ്റുള്ളൂ എന്നുള്ള ചിന്ത വളരുന്നു. അതിന് പ്രേരണാശക്തിയായിട്ട് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും വരുന്നു. അതാണ് അതിനെ പോസിറ്റീവായിട്ട് കാണുന്ന ഘടകം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സർ, അപ്പോൾ ഈ ഇസ്രയേൽ അമേരിക്ക ബന്ധം ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ എബ്രഹാം അലയൻസ് എന്ന ആ ഒരു പുതിയ കൺസോർഷ്യവും ഇതിനെ സംബന്ധിച്ചുള്ള ബോർഡാണ്, ഹോർഡിങ്സ് ആണ് വന്നു എന്ന് സാറ് ഇപ്പോൾ പറയുന്നത്. അത് ഏറ്റവും പുതിയൊരു വാർത്തയുമാണ് അല്ലേ സാർ? അതെ, തീർച്ചയായിട്ടും ഒരു പുതിയ വാർത്തയാണ്. അതിൽ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ വരുന്നു എന്നത് അത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക രാജ്യമല്ലേ. അവര് ഇസ്രായേലുമായിട്ട് ഒരു മുന്നണി ഉണ്ടാക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ, ഈജിപ്റ്റ് വരുന്നു എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമാണ്. അതിന്റെ ഒരു വേൾഡ് വൈഡുള്ള റിപ്പർക്കഷൻസ് കൂടി ആലോചിച്ച് നോക്കൂ. ഇപ്പൊ നമ്മളിവിടെ സാർക്ക് ഉണ്ട്, ബ്രിക്സ് ഉണ്ട്, അല്ലെങ്കിൽ G7 ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് കൂട്ടായിട്ടുകൾ നമ്മൾ ലോകരാജ്യങ്ങളുടെ കണ്ടിട്ടുണ്ട്. അതുപോലെ ഒന്നായിട്ട് അബ്രഹാം അലയൻസ് മാറിയാൽ അവര് സൈനികമായിട്ട്, സാമ്പത്തികമായിട്ട്, ഏതെല്ലാം വിധത്തിൽ ലോക വികസനത്തിന് വേണമെങ്കിൽ വഴിവെക്കാവുന്നതാണ്. അതേ സമയത്ത് ഒരു യുദ്ധം വന്നാൽ, ഒന്നിച്ച് നിന്നാൽ, ഇങ്ങനെ ഒരു അലയൻസ് വന്നാൽ ഇനി ഇറാന് തലപൊക്കാൻ പ്രയാസമാവും, മടിക്കും എന്നതാണ് എല്ലാവരും വിലയിരുത്തുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം. പറയൂ സാർ. ഞാനൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം. ഇപ്പൊ തന്നെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന പേരില് ഇറാൻ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലെബനോൺ ഉണ്ട്, യമൻ ഉണ്ട്, ഇറാഖ് ഉണ്ട്, സിറിയ ഉണ്ട്, പാലസ്തീനിലെ ഹമാസിലുള്ള ഭീകര പ്രസ്ഥാനങ്ങളുണ്ട്. അതിൽ ഹെസ്ബുള്ളയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇറാൻ പിന്തുണ നൽകുന്ന സംഘടനയാണ്, ഭീകര പ്രസ്ഥാനമാണ്. ഹൗത്തീസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതേപോലെയുള്ള മിലിറ്ററി ഓർഗനൈസേഷൻസ് ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് ആ മേഖലയിൽ. അവർക്ക് ഇടയിൽ പരസ്പരം സഹകരണമുണ്ട്. ഇപ്പോ ഹൈസ്കൂളിലേക്ക് ഇറാന് പണം കൊടുക്കുന്നുണ്ട്, ആയുധം കൊടുക്കുന്നുണ്ട്, റോക്കറ്റുകൾ നൽകുന്നുണ്ട്, ആധുനിക യുദ്ധവിമാനങ്ങൾ നൽകുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ അറിയാം. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ആ മേഖലയിൽ അശാന്തി ഉണ്ടാക്കുന്നു എന്നുള്ള ചിന്ത അമേരിക്കയ്ക്കും മാത്രമല്ല, അത് ഇന്ത്യക്കും ഉണ്ടെന്ന് വിചാരിക്കുന്നതാണ് ഞാൻ. ഇപ്പോ ഞാനൊരു കാര്യം സൂചിപ്പിക്കട്ടെ. ഇപ്പോ ഇസ്രായേല്, UAE, അതുപോലെ തന്നെ ബഹ്റിൻ അവരുടെ സഹകരണത്തിന് വഴിവെച്ചത് എന്തായിരിക്കും? ആഗോള ഭീകരതയ്ക്കെതിരായിട്ട് നമ്മളെ ഉൾപ്പെടെ, മോഡിയുടെ ഇന്ത്യ ഉൾപ്പെടെ നടത്തിയ വലിയൊരു ക്യാമ്പയിൻ ഉണ്ടല്ലോ. ആ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് UAE ചേർന്നില്ലേ? ഇന്ത്യയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് UAE പോയിട്ടുള്ള ചില പോലീസ് അന്വേഷിക്കുന്ന, ഇന്റർപോൾ അന്വേഷിക്കുന്ന ആൾക്കാരെ UAE പിടിച്ചു നമുക്ക് തന്നിട്ടില്ല, അവർ മുസ്ലിങ്ങളാണെങ്കിൽ പോലും. സൗദി അറേബ്യ ഇപ്പൊ ഇന്നും ചെയ്യുന്നില്ലേ? അപ്പോ ഈ ഭീകരത ഒരു തലവേദനയാണ്. തങ്ങളുടെ എക്കണോമിയെ തകർക്കുന്നു, തങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയെ തകർക്കുന്നു എന്ന് സൗദിയും UAE പോലുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ പോലും സമ്മതിക്കുന്നു. അവരത് വിലയിരുത്തിയിട്ടുണ്ട്. അവര് നിലപാട് ഇസ്ലാമിക മതമൗലികവാദത്തിൽ നിന്ന് പിന്മാറാൻ സൗദി അറേബ്യ തയ്യാറായില്ലേ? അവരുടെ മുസ്ലിം സ്ത്രീകളുടെ വേഷവിധാനം മാറ്റാൻ അവര് തയ്യാറായില്ലേ? ടൂറിസത്തിന് പ്രൊമോഷൻ കൊടുക്കാൻ സൗദി പോലുള്ള രാജ്യങ്ങൾ തയ്യാറായില്ലേ? ഇതൊക്കെ ഇസ്ലാമിക ലോകത്ത് വന്നിട്ടുള്ള മാറ്റമാണ്. അത് മതത്തിനുള്ളിലെ മാറ്റം മാത്രമല്ല, മതത്തിന്റെ പേരിൽ നടക്കുന്ന മതമൗലികവാദത്തെയും ഭീകരവാദത്തെയും എതിർക്കാനുള്ള ഒരു ചങ്കുറപ്പ് ഇന്നത്തെ ഈ ഇസ്ലാമിക രാജ്യങ്ങളിലെ യുവ ഭരണാധികാരികൾക്കുണ്ട് എന്നത് കൂടി നമ്മൾ ഭാവാത്മകമായിട്ട് കാണേണ്ടിയിരിക്കുന്നു.